ഫൺ ക്വിസിലേക്ക് സ്വാഗതം. സ്പേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത്? മെർക്യൂറി, വീനസ്. അതെ, മെർക്യൂറി. ഇവയിൽ ഏതാണ് നക്ഷത്രം? സൂര്യൻ, ചന്ദ്രൻ. കറക്റ്റ്, സൂര്യൻ. ഇതിലേതിനാണ് സ്പേസിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്? ശബ്ദത്തിന്, പ്രകാശത്തിന്? അതെ, പ്രകാശത്തിന്. ശബ്ദം സഞ്ചരിക്കണമെങ്കിൽ വായു വേണം. സ്പേസിൽ അതില്ല. സ്പേസിലേക്ക് പറക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? റോക്കറ്റ്, എയ്റോപ്ലെയിൻ. കറക്റ്റ്, റോക്കറ്റ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത അയൽക്കാരൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? മാർസ്, വീനസ്. അതെ, വീനസ്. നമ്മുടെ സൗരയൂഥത്തിൽ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചൂടുള്ളത് എന്തിന്? അഗ്നിപർവ്വതത്തിനോ അതോ സൂര്യനോ? അതെ, സൂര്യന്. ഭൂമിയെ ചുറ്റുമ്പോൾ ആസ്ട്രോനോട്ട്സ് എവിടെയാണ് താമസിക്കുന്നത്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, റോക്കറ്റ്. അതെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇവയിൽ ഏതാണ് ഡ്വാർഫ് പ്ലാനറ്റ്? പ്ലൂട്ടോ, മാർസ്. ഉത്തരം പ്ലൂട്ടോ. ഒരു വലിയ ബാത്ടബിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്ന ഗ്രഹം ഏത്? സാറ്റേൺ, ജൂപ്പിറ്റർ. ഉത്തരം സാറ്റേൺ. കാരണം വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ശനിയുടെ ഭാരം വളരെ കുറവാണ്. പക്ഷേ പറ്റിയൊരു ബാത്ടബ് എവിടെ കിട്ടുമെന്നാ? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? മാർസ്, ജൂപ്പിറ്റർ. അതെ, മാർസ്. പകലും രാത്രിയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സൂര്യൻ നീങ്ങുന്നത് കൊണ്ട്, ഭൂമി കറങ്ങുന്നത് കൊണ്ട്. അതെ, ഭൂമി കറങ്ങുന്നത് കൊണ്ട്. ഇവയിൽ ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹം ഏത്? സൂര്യൻ, ചന്ദ്രൻ. ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനെ വെച്ച് ചാടിയാൽ എന്ത് സംഭവിക്കും? വളരെ താഴ്ന്നു ചാടും, വളരെ ഉയരത്തിൽ ചാടും. അതെ, വളരെ ഉയരത്തിൽ ചാടും. ചന്ദ്രന്റെ ഗ്രാവിറ്റി ഭൂമിയുടേതിന്റെ 6 മടങ്ങ് കുറവാണ്. അവിടെ നല്ലൊരു ചാട്ടം ചാടിയാൽ ഒരു വീടിനേക്കാളും ഉയരത്തിൽ പൊങ്ങും. ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹം ഏത്? വീനസ്, ജൂപ്പിറ്റർ. അതെ, ജൂപ്പിറ്റർ. സ്പേസിൽ എവിടെയാണ് മനുഷ്യർ നടന്നിട്ടുള്ളത്? മാർസിൽ, ചന്ദ്രനിൽ. അതെ, ചന്ദ്രനിൽ. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ജൂപ്പിറ്റർ, സാറ്റേൺ.
കറക്റ്റ്, ജൂപ്പിറ്റർ. ഇതിലാദ്യം സ്പേസിലേക്ക് പോയ ജീവി ഏത്? ഹാം എന്ന ചിമ്പാൻസി, ലൈക്ക എന്ന നായ. അതെ, ലൈക്ക എന്ന നായ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? സാറ്റേൺ, എർത്ത്. ഉത്തരം സാറ്റേൺ. ചന്ദ്രനിലെ ആദ്യ കാൽപ്പാടുകൾക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോഴും അവിടെയുണ്ട്, അതോ മാഞ്ഞു പോയോ? അതെ, ഇപ്പോഴും അവിടെയുണ്ട്. ചന്ദ്രനിൽ കാറ്റോ മഴയോ ഇല്ലാത്തതിനാൽ ആസ്ട്രോനോട്ട്സിന്റെ കാൽപ്പാടുകൾ ഇന്നും അവിടെ തന്നെയുണ്ട്. ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ നടന്നിട്ടുണ്ട്? ഒരാൾ, 12 പേർ. അതെ, 12 പേർ. ഇതുവരെ എത്തിയെങ്കിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ബോക്സ് ചൂസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ സർപ്രൈസ്? വീണ്ടും കാണാം. ബൈ.